അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പാടിയും പറഞ്ഞും വരച്ചും രചിച്ചും സർഗവസന്തത്തിൻ്റെ അക്ഷരങ്ങൾ കോർത്ത പേമാരിയായി ഫറാസ്തോ എന്ന ഈ കലാവേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ജൻസി, ചിന്തയുടെ വേഗം, കരുതലിൻ്റെ തീർച്ച എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംവദിക്കാനാണ്. നാഥൻ തുണക്കട്ടെ. ആമീൻ. പ്രിയരെ, ജൻസി എന്ന പദം നമ്മുടെ ചെവികളിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആദ്യം ഇരച്ചിയെത്തുന്നത് കഴിഞ്ഞ കാലത്തെ നേപ്പാളിൽ നടന്ന ജൻസി പ്രക്ഷോഭമാണ്. ഒരു പ്രസംഗത്തിലൂടെ ഒരു രാജ്യം ഒന്നടങ്കം പോരാട്ടം നടത്തി അധികാര കേന്ദ്രങ്ങളെ മുട്ടുകുത്തിച്ച വാർത്തയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നത്. മാർച്ചിൽ ഒരു ക്യാമ്പസ് സമ്മേളനത്തിനിടെ ഒരു നേപ്പാളി വിദ്യാർത്ഥി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ പോരാട്ടത്തിന് കാരണമായിരിക്കുന്നതും പ്രതിഷേധത്തിൻ്റെ ആത്മാവായി മാറിയതും. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നു ഒരു പുതിയ നേപ്പാൾ പണിയാനുള്ള സ്വപ്നവുമായി. എൻ്റെ ഉള്ളിൽ പ്രതീക്ഷയുടെയും അഭിനിവേശത്തിൻ്റെയും അഗ്നി ആളിക്കത്തുന്നു. പക്ഷേ എൻ്റെ ഹൃദയം ഭാരമുള്ളതാണ്. കാരണം എൻ്റെ സ്വപ്നം വഴുതിപ്പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. നമ്മുടെ ഭാവിയുടെ വെളിച്ചം കെടുത്തിക്കളയുന്ന ഒരു വല അഴിമതി നെയ്തിരിക്കുകയാണ്. യുവാക്കളെ, എഴുന്നേൽക്കോ! നമ്മൾ മാറ്റത്തിൻ്റെ ദീപശിഖകളാണ്. ഇരുട്ടിനെ കത്തിച്ച് കളയുന്ന തീയാണ് നമ്മൾ. നമ്മുടെ പൂർവികർ രക്തം ചൊരിഞ്ഞ് രാഷ്ട്രം നമുക്ക് നൽകി. അത് വിൽക്കാനോ നഷ്ടപ്പെടുത്താനോ സാധ്യമല്ല. നമ്മൾ തീയാണ്. എല്ലാ നിരാശയും നമ്മൾ കത്തിച്ച് കളയും. ഇനി നമ്മൾ തീരുമാനിക്കണം, നിരാശയുടെ ഇരുട്ടിൽ മുങ്ങണോ അതോ പ്രതീക്ഷയുടെ സൂര്യനായി ഉദിക്കണോ എന്ന്. എല്ലാ യുവാക്കളും ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചേർക്കുക. നേപ്പാൾ നമ്മുടേതാണ്. അതിൻ്റെ ഭാവി നമ്മുടെ കരങ്ങളിലുമാണ്. യുവതലമുറ നേരിടുന്ന തൊഴിലില്ലായ്മയും ഭരണകൂടത്തിൻ്റെ അഴിമതിയും വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ വിദ്യാർത്ഥിയുടെ പ്രസംഗം. കേവലം നേപ്പാളിലെ യുവാക്കൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള യുവാക്കൾക്ക് കരുത്തും പ്രചോദനവും നൽകുന്ന വാക്കുകളായിരുന്നു ആ വിദ്യാർത്ഥി അവിടെ നടത്തിയത്. കേവലം 19 കിഡ്സ് എന്ന് പറഞ്ഞ് സമൂഹം തള്ളിപ്പറഞ്ഞ് ബലാത്സംഗത്തിൻ്റെയും പീഡനത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും അമിത സാമൂഹിക ഉപയോഗത്തിൻ്റെയും അമിത ലഹരി ഉപയോഗത്തിൻ്റെ എല്ലാം മുദ്ര പതിപ്പിച്ച് തള്ളിപ്പറഞ്ഞ് അവർ ജനിക്കുന്നത് തന്നെ നമുക്ക് നാശത്തിനാണെന്ന് പറഞ്ഞ് സമൂഹം അകറ്റി നിർത്തിയൊരു സമുദായമാണ് ജൻസി. ആ ജൻസി വിഭാഗമാണ് നേപ്പാളിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചത്. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അടക്കം നിരവധി മന്ത്രിമാർ പ്രതിഷേധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ രാജിവെക്കേണ്ടി വന്നു. പ്രധാനമന്ത്രിയുടെ വസതി അടക്കം പാർലമെന്റ് വരെ അഗ്നിക്ക് ഇരയാക്കി. നേപ്പാളിലെ 7000 തടവുകാരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. 25 പേർ കൊല്ലപ്പെട്ടു. 633 പേർക്ക് പരിക്കേറ്റു. രാജ്യത്തെ സാമ്പത്തിക സ്ഥാപനങ്ങളും ബാങ്കുകളും കൊള്ളയടിച്ചു. എന്തിനായിരുന്നു ഇത്? യുവതലമുറയുടെ തൊഴിലില്ലായ്മക്കെതിരെ ശക്തമായ നിലപാടെടുത്തായിരുന്നു നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം യുവാക്കളുടെ നേതൃത്വത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത്. നേപ്പാൾ എന്ന രാജ്യത്തെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാജ്യത്തെ എല്ലാ യുവാക്കൾക്കും ഇപ്പോൾ ധൈര്യം സംഭരിച്ചിരിക്കുകയാണ് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ജൻസിയുടെ ചിന്തയുടെയും വേഗതയുടെയും കരുതലിൻ്റെയും വിവേകം. പ്രിയരെ, കേവലം സാമൂഹിക മാധ്യമങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നവരല്ല ഞങ്ങൾക്കും സമൂഹത്തിൽ ഇറങ്ങി സാമൂഹിക തിന്മക്കെതിരെ പോരാടാൻ കഴിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചായിരുന്നു നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, ജൻസിക്കാർ തിന്മയുടെ വഴിയിലൂടെ മാത്രമല്ല നന്മയിലൂടെ വഴിയിലൂടെയും സഞ്ചരിക്കുന്നു. പ്രിയരെ, ജൻസി അതൊരു മാറ്റത്തിൻ്റെ ദീപശിഖയായി ഇന്ന് നമുക്ക് മുമ്പിൽ തിളങ്ങി നിൽക്കുന്നു. വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.